അപകടം നടന്ന് 3 ദിവസമാകുമ്പോഴും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം അവ്യക്തം. AIBക്ക് പുറമെ അന്വേഷണത്തിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിദഗ്ധ സമിതിക്ക് രൂപം നൽകി. അതിനിടെ എയർ ഇന്ത്യ പൈലറ്റിന്റെ അവസാന സന്ദേശം പുറത്തുവന്നു. മെയ്ഡേ മെയ്ഡേ എന്ന് പറയുന്നതാണ് സന്ദേശം. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കണ്ടെടുത്ത സാഹചര്യത്തിൽ വിശദമായ പരിശോധനയിൽ ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. AIBക്ക് പുറമെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സമിതിയും അപകടത്തെക്കുറിച്ച് അന്വേഷിക്കും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ വ്യോമയാന സെക്രട്ടറി, അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ, ഗുജറാത്തിലെ മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ അംഗങ്ങളാണ്. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശുപാർശകളും സമിതി സമർപ്പിക്കും. അപകടത്തിൽപ്പെട്ട വിമാനം പാരീസ് ഡൽഹി യാത്ര പൂർത്തീകരിച്ചതാണെന്നും തകരാറൊന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് വ്യോമയാന മന്ത്രാലയം വിശദീകരിക്കുന്നത്. जहां तक विमान के पूरे इतिहास की बात है, विमान ने इस दुर्घटना से पहले पेरिस दिल्ली अहमदाबाद सेक्टर की उड़ान बिना किसी घटना के पूरी की थी. उसमें कोई रिपोर्ट नहीं था. पेरिस से दिल्ली और दिल्ली से अहमदाबाद सेक्टर की उड़ान बिना किसी घटना के पूरी की थी. അതിനിടെ എയർ ഇന്ത്യ പൈലറ്റിന്റെ അവസാന ശബ്ദ സന്ദേശം പുറത്തുവന്നു. വിമാനം ഉയർത്താനാകുന്നില്ലെന്നും താഴേക്ക് കൂപ്പുകുത്തുന്നതായും 5 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള സന്ദേശത്തിൽ പറയുന്നു. മെയ്ഡേ സന്ദേശം ലഭിച്ച കാര്യം വ്യോമയാന മന്ത്രിയും സ്ഥിരീകരിച്ചു. So like you see, the composition of the high-level committee involves people from various backgrounds, and the people we feel who can bring in a lot of expertise and value to the committee, which is going to investigate in a holistic way into the incident. And we have put a time limit of 3 months for them to sit down, talk to various stakeholders, and involve and discuss with any other important expert that is necessary as per their investigation. വിമാനം തകർന്നു വീണ പ്രദേശത്ത് NSGയുടെയും NDRFന്റെയും നേതൃത്വത്തിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. എയർ ഹോസ്റ്റസിന്റെ മൃതദേഹമാണ് വിമാനത്തിന്റെ പിൻഭാഗത്തു നിന്ന് കണ്ടെത്തിയത്. അതേസമയം മരിച്ചവരുടെ മൃതദേഹം വിട്ടു നൽകുന്നത് വൈകും. DNA പരിശോധനാ ഫലം വരാൻ 76 മണിക്കൂർ വേണ്ടിവരും. ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ പതിച്ച വിമാനത്തിന്റെ പിൻഭാഗം ഉയർത്തുന്ന ശ്രമം തുടരുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.